നമുക്കിന്ന് തലവേദനകളെക്കുറിച്ച് സംസാരിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദനകൾ അനുഭവിക്കാത്തവരായി ആരുമില്ലല്ലോ. അതിൽ ഗൗരവമേറിയ തലവേദനകൾ ഏതാണ് എന്നറിയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം തലച്ചോറിനുള്ള ബ്ലീഡുകൾ, തലച്ചോറിനുള്ള മുഴകൾ, തലച്ചോറിനുള്ള മറ്റ് പല തരത്തിലുള്ള രോഗാവസ്ഥകളുടെയും ഒരു പ്രധാന രോഗലക്ഷണമാണ് തലവേദന. ഒരുപാട് നാളുകളായി തലവേദനയുള്ളവർ ഒരുപക്ഷെ ഭാഗ്യവാന്മാരാണ്. കാരണം പ്രകൃതം മാറാത്ത, വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിലുള്ള തലവേദന ഒരുപക്ഷെ വളരെ വലിയൊരു ലോകത്തിൻ്റെ ലക്ഷണമായിരിക്കില്ല. അതേസമയത്ത് പെട്ടെന്ന് വന്ന പൊടുന്നനെയുള്ള വളരെ ശക്തമായ തലവേദന, അല്ലെങ്കിൽ ഒരുപാട് നാളായി നീണ്ടു നിന്ന തലവേദന പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രകൃതം മാറി വരികയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മാറി വരികയാണ്, അതിനോടൊപ്പം തന്നെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ള അവസ്ഥകളിൽ അത് വളരെ ഗൗരവമേറിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തെല്ലാം ആയിരിക്കാം തലവേദനയുടെ പ്രസൻറ്റേഷൻ്റെ രീതികൾ? പലർക്കും തലവേദന തലയുടെ പല ഭാഗത്തായിട്ടാണ് പറയാറ്. കണ്ണിൻ്റെ പുറകിൽ മാത്രം വേദനയുള്ളവരുണ്ട്, തലയുടെ ഒരു ഭാഗത്ത് വേദനയുള്ളവർ പറയാറുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ തലയിലും തലയുടെ കഴുത്തിൻ്റെ പിറകിലത്തെ ഭാഗത്തും എല്ലാം തലവേദനയുള്ള പല രീതിയിലും പറയാറുണ്ട്. തലവേദനയുടെ സ്ഥാനം വെച്ച് ഒരു രോഗനിർണയം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും തലച്ചോറിനകത്തുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം മൂലമുണ്ടാകുന്ന തലവേദനകൾ തലച്ചോറിനും തലയിലും അതുപോലെ തന്നെ കഴുത്തിലേക്കുമെല്ലാം പടരുന്ന തലവേദനയാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ പുറകിലുള്ള തലവേദന അല്ലെങ്കിൽ തലയുടെ ബാക്കിലുള്ള ശക്തമായ തലവേദന ഒരുപക്ഷെ തലച്ചോറിനുള്ളിലുള്ള പ്രഷറിൻ്റെ ഒരു കൂടുന്ന ഒരവസ്ഥയായിരിക്കാം കാണിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ വീണ്ടും ഈ പറഞ്ഞ പോലെ തലച്ചോറിനകത്തുള്ള ബ്ലീഡോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ മുഴകളോ മറ്റ് അതുപോലുള്ള രോഗാവസ്ഥകളോ ആവാം. ഇനി തലവേദനയുടെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവത്തിൻ്റെ ബന്ധപ്പെട്ട തലവേദനകളും അതിൻ്റെ പ്രകൃതവും, സഡനായിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലുള്ള അല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ പോലുള്ള ഒരു തലവേദന തുടങ്ങുകയും അതുപോലെ വളരെ ശക്തിയായി ഹൈ ഇൻറ്റൻസിറ്റിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ തലച്ചോറിനകത്തുള്ള ബ്ലീഡ് മൂലമുള്ള തലവേദനയുടെ ഒരു രോഗലക്ഷണം. അത് പല രീതിയിലുള്ള ബ്ലീഡിങ്ങുകളാകാം. ഏറ്റവും കോമണായി കണ്ടുവരുന്നത് തലച്ചോറിനകത്തുള്ള ബ്ലീഡിങ് BP കൂടിയിട്ടുള്ള തലച്ചോറിനകത്തുള്ള രക്തസ്രാവമാണ്. അത് തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഇൻട്രാ പാരൻകൈമൽ ബ്ലീഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിൽ തന്നെയുള്ള ഒരു രക്തസ്രാവമാണ്. അതുപോലെ തന്നെ അതിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്ലീഡാണ് സബ്അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ബ്ലീഡാണ് സബ്അരക്നോയിഡ് ഹെമറേജ്. അതും ഇതുപോലെ തന്നെ ശക്തമായ, ഇതിനു മുമ്പൊന്നും അനുഭവിക്കാത്ത രീതിയിലുള്ള ശക്തമായൊരു തലവേദനയാണ് അതുമൂലം ഉണ്ടാകുന്നത്. പിന്നീട് വളരെ സ്ലോ ആയി വരുന്ന തലവേദനകളാണ്. തലച്ചോറിനകത്തുള്ള വളരെ സ്ലോ ആയി വളരുന്ന ടൈപ്പ് രക്തസ്രാവങ്ങളുണ്ട്. ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്ന, അത് വളരെ സർവ്വസാധാരണമായുള്ള ഒരു തലച്ചോറിനകത്തുള്ള ബ്ലീഡാണ്. പലപ്പോഴും വളരെ ചെറിയ ഒരു ക്ഷതമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമ്മൾ ഓർത്തിരിക്കാത്ത രീതിയിൽ തല എവിടെയെങ്കിലും തട്ടുകയോ, പടിയിൽ തട്ടുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ സമയത്ത് തട്ടുകയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ഡിലേഡായി കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബ്ലീഡാണ് ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനമായ രോഗലക്ഷണവും തലവേദന തന്നെയാണ്. അത് വളരെ സ്ലോ ആയി ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ഗ്രാജ്വലായി കൂടി വരുന്ന ടൈപ്പ് തലവേദനയാണ് ഈ ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ കാണാതെ. അതോടൊപ്പം തന്നെ ഈ തലവേദനയോടൊപ്പം തന്നെ ഓർമ്മക്കുറവ്, ഒരു വശത്തിനോ കൈക്കോ കാലിനോ ബലക്കുറവ് വരിക, സംസാരശേഷിക്ക് ബുദ്ധിമുട്ട് വരിക, നടക്കാനുള്ള ബാലൻസ് കുറവ് വരിക, അതുപോലെ തന്നെ ഫിറ്റ്സ് വരിക മുതലായ രോഗലക്ഷണങ്ങളും ഈ ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ കാണാറുണ്ട്. ഇതൊക്കെയാണ് സർവ്വസാധാരണമായി ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായി കാണുന്ന തലവേദനകൾ. പിന്നീട് ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള മുഴകൾ, അത് തലവേദനയ്ക്കുള്ള ഒരു സർവ്വസാധാരണമായ കാരണമാണ്. തലച്ചോറിൻ്റെ മുഴകളുടെ തലവേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. സാധാരണയായി നമ്മൾ ഉറക്കത്തിൽ നിന്ന് തലവേദനയോടുകൂടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പലപ്പോഴും രാവിലെ തലവേദനയോടുകൂടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥ എല്ലാം തലച്ചോറിൻ്റെ ഒരു മുഴകളുടെ രീതിയിലുള്ള ഒരു തലവേദനയുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലായിടത്തും വേദന ഉണ്ടാവുകയും, അത് കണ്ണിന് പുറകിൽ വേദന ഉണ്ടാവുകയും അല്ലെങ്കിൽ തലയോട്ടിയുടെ പിൻഭാഗത്ത് തലവേദന ഉണ്ടാവുകയും ചെയ്യുന്നതും തലച്ചോറിനകത്തുള്ള പ്രഷർ കൂടുന്നത് ഒരു ട്യൂമർ മൂലമാണെന്നുള്ളതിൻ്റെ ലക്ഷണമാകാം ഈ ടൈപ്പ് തലവേദനകൾ. അതുപോലെ തന്നെ അതിനൊപ്പമുള്ള മറ്റ് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബലക്കുറവാവാം, ഒരു സൈഡിൻ്റെ സ്വാധീനക്കുറവാവാം, സംസാരശേഷിക്ക് ബുദ്ധിമുട്ടാകാം, കാഴ്ചയുടെ ബുദ്ധിമുട്ടുകളാവാം, കൂടാതെ ഫിറ്റ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നതും അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതും തലച്ചോറിൻ്റെ മുഴകളുടെ ഒരു ലക്ഷണമാകാം.
ഇത് കൂടാതെ ഓപ്പറേഷൻ വേണ്ടി വരാത്ത പല തലവേദനകളുമുണ്ട്. ഒരുപക്ഷെ എണ്ണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള തലവേദനകളാണ്. ഏറ്റവും കോമണായി കണ്ടുവരുന്ന തലവേദന എന്ന് പറയുന്നത് മൈഗ്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന പോലെ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന ഒരു തലവേദന തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അതിൽ ഒരുപക്ഷെ ഒരു ജീവൻ അപകടമുണ്ടാകുന്ന രീതിയിലുള്ള ഗൗരവമില്ല എന്നതൊഴിച്ചാൽ നമ്മൾ പലപ്പോഴും ലീവ് എടുക്കാൻ നിർബന്ധിതരാവുകയാണ്, നമ്മളുടെ ജോലി അലങ്കോലപ്പെടുകയാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തെ പലപ്പോഴും വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദന. അതിന് ശരിയായ രീതിയിലുള്ള രോഗനിർണയവും അതിനായിട്ടുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നുള്ള ഒരു ശാശ്വത പരിഹാരത്തിനുള്ള ഒരു മാർഗം. മൈഗ്രെയിൻ്റെ മരുന്നുകൾ തന്നെ ദീർഘകാലം കഴിക്കേണ്ടി വരുന്ന പല രോഗികളുമുണ്ട്. അപ്പോൾ ദീർഘകാലം ഏത് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാലും അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ ഡോക്ടറെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാത്ത മരുന്നുകൾ തന്നെയാണ് ദീർഘകാലം മൈഗ്രെയിനായി പലപ്പോഴും നമുക്ക് കഴിക്കേണ്ടി വരുന്നത്. നല്ല രീതിയിൽ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് മൈഗ്രെയിൻ. അപ്പോൾ ഇത്തരം തലവേദനകളെല്ലാം ഉണ്ടെങ്കിൽ ഏത് തരം തലവേദനകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏത് ലക്ഷണങ്ങൾ കണ്ടാലാണ് ഞങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തലവേദന പുതിയ രീതിയിൽ, ഇതുവരെ സ്ഥിരമായി വരാത്ത രീതിയിലുള്ള ഒരു തലവേദന, ഇതുവരെ വരാത്ത രീതിയിലൊരു ഇൻറ്റൻസിറ്റിയുള്ള തലവേദന, അതല്ലെങ്കിൽ നീണ്ടു നിന്നിരുന്ന തലവേദനയുടെ പ്രകൃതം മാറി വരുന്ന അവസ്ഥ, അതുകൂടാതെ തലവേദനയോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരു സൈഡിന് ബലക്കുറവോ, സംസാരശേഷിക്കുറവോ, നടക്കാനുള്ള ബാലൻസ് കുറവോ, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടോ, ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം വരുന്ന അവസ്ഥയോ മുതലായ ബുദ്ധിമുട്ടുകളുണ്ടായാൽ അത് ഒരു സീരിയസ് തലവേദനയുടെ ലക്ഷണമാകാം. അതുപോലെ തന്നെ തലച്ചോറിനകത്ത് പ്രഷർ കൂടുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഛർദ്ദിൽ. അപ്പോൾ തലവേദനയോടൊപ്പം തന്നെ ഛർദ്ദിലുണ്ടെങ്കിൽ, വളരെ ശക്തമായി വീണ്ടും 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 ഛർദ്ദിക്കുന്ന രീതിയിലുള്ള ഛർദ്ദിലുണ്ടെങ്കിൽ പോലും തലവേദനയ്ക്ക് ഒരു വിദഗ്ധ അഭിപ്രായം തേടേണ്ടത് അത്യാവശ്യമാണ്. എന്തെല്ലാമാണ് തലവേദനയ്ക്കുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടർ നിർണ്ണയിക്കുന്നതനുസരിച്ച് MRI സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് തലവേദനയ്ക്കുള്ള ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്. അതിൽ ചില രോഗാവസ്ഥകൾക്ക് CT സ്കാൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പം, അല്ലെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് എന്ന് പറഞ്ഞാലും തലച്ചോറിൻ്റെ കൂടുതൽ രോഗാവസ്ഥയ്ക്കും, ഭൂരിഭാഗം രോഗാവസ്ഥകൾക്കും MRI സ്കാൻ തന്നെയാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് മെത്തേഡ്. MRI സ്കാനിലൂടെ രോഗനിർണയം നടത്തിയതിന് ശേഷം അതിനുള്ള ശരിയായ ചികിത്സ, അത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ അതേ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ എന്നുള്ളതിലേക്ക് എത്തുക എന്നുള്ളതാണ് അടുത്ത പടി. ഇന്ന് സാങ്കേതികവിദ്യ ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ ന്യൂറോ നാവിഗേഷൻ, അവേക്ക് ക്രേനിയോട്ടമി, അതായത് ബോധം കെടുത്താതെ തന്നെയുള്ള തലച്ചോറിൻ്റെ ശസ്ത്രക്രിയ മുതലായ മെത്തേഡ്സിലൂടെ തന്നെ നമുക്ക് ഒരു പക്ഷേ ഒരു 15-20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പല ചികിത്സാ രീതികളെക്കാൾ ഒക്കെ തന്നെ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞാൽ തന്നെ വളരെ ചെറിയ മുറിവുകളിലൂടെ തന്നെ രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്ന അവസ്ഥ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കീഹോൾ ശസ്ത്രക്രിയ തലച്ചോറിൻ്റെ ശസ്ത്രക്രിയയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമായി മാറിക്കഴിഞ്ഞു. മൂക്കിനുള്ളിലൂടെയോ അല്ലെങ്കിൽ തലയോട്ടിയിൽ തന്നെ വളരെ ചെറിയൊരു ദ്വാരമുണ്ടാക്കി അതിനുള്ളിലൂടെ രോഗം പൂർണ്ണമായി ഭേദമാക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് ലഭ്യമാണ്. ശരിയായ രോഗനിർണയം, ശരിയായ ചികിത്സാ തീരുമാനം, ഇവ രണ്ടുമാണ് തലച്ചോറിൻ്റെ എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 ഘടകങ്ങൾ. തലവേദനകളുടെ പ്രകൃതം മനസ്സിലാക്കാനും ഏത് തലവേദനയ്ക്ക് വിദഗ്ധാഭിപ്രായം തേടണമെന്നും എന്നുള്ളതിനെക്കുറിച്ചും ഒരല്പം കൂടി ക്ലാരിറ്റി നൽകിക്കാണാൻ എനിക്ക് സാധിച്ചു കാണും എന്ന പ്രതീക്ഷയോടെ താങ്ക് യു.